അൻവർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ അനുബന്ധ സ്ഥാപനമായി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആലുവ താലൂക്ക് ബ്രാഞ്ചിന്റെ പിന്തുണയോടെ ആരംഭിച്ച ലൗഡേൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ലൗഡേലിന്റെ ചെയർമാൻ ഡോക്ടർ CM ഹൈദരാലി ആയിരുന്നു ചടങ്ങിന്റെ അധ്യക്ഷൻ. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ലൗഡേൽ എന്ന പേരിൽ റെഡ് ക്രോസുമായി ചേർന്നിട്ടാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഞാൻ എൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പരിശോധിക്കാതെ ഞങ്ങൾ തമ്മിൽ പലതരം മാത്രം കിട്ടാത്ത വിശദാംശങ്ങളിലേക്ക് അധികം പോയിട്ടില്ല. എന്തായാലും ഇത് നല്ല സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഏത് കാര്യത്തിലും ലൗഡേലിനൊപ്പം ഉണ്ടാകും എന്ന് കൂടി സൂചിപ്പിച്ച് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഗവൺമെന്റ് ഇപ്പോൾ ഗ്രിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പാലിയേറ്റീവ് കെയറിന്റെ ഗ്രിഡ്. എല്ലാ സന്നദ്ധ സംഘടനകളും ഒറ്റ ഗ്രിഡിൽ കൊണ്ടുപോകാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ എല്ലാം ഏത് സംഘടനയാകട്ടെ ഏതുമാകട്ടെ എല്ലാ കിടപ്പ് രോഗികൾക്കും ഒരു സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് BP-യിൽ AP-യിലും വ്യത്യാസമില്ല. കിടന്നുപോയ കുറച്ച് AP-യിലൊക്കെ BP-യിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അതോടൊപ്പം അത് ഞങ്ങളൊരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളണ്ടിയർമാർക്ക് രജിസ്റ്റർ ചെയ്യാം. ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിൽ 1 മണിക്കൂർ കിടപ്പ് രോഗിക്കൊപ്പം ചെലവഴിക്കാൻ സന്നദ്ധമാവും. ആഴ്ചയിൽ എത്ര സമയമുണ്ട്? 1 മണിക്കൂർ. 10 കാര്യങ്ങളുടെ ട്രെയിനിങ് ഉണ്ടാവും. ആ 1 മണിക്കൂർ കൊടുത്താൽ എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ കൊടുത്തോളൂ. ഈ കിടപ്പ് രോഗിയുടെ പ്രശ്നം തിങ്കളാഴ്ച 10 മണിക്ക് വളണ്ടിയർ വരും ശീലിച്ചു പോയാൽ തിങ്കളാഴ്ച നമ്മൾ കണ്ണുകൂടോ ബാധികരിക്കുകയായിരിക്കും. അപ്പോ ഭാര്യ വന്നാലും അല്ലെങ്കിൽ മക്കൾ വന്നാലും ഒന്നും നോക്കില്ല, ഈ ആള് വരുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ വല്ല തിരക്കിലൊന്നും വന്നില്ലെങ്കിൽ ഈ ചെയ്തതിനേക്കാൾ ടെൻഷനായിരിക്കും വിരോധി. ആഴ്ചയിൽ 1 മണിക്കൂർ ചെലവഴിക്കാൻ തയ്യാറാണ്. വീട്ടിൽ രജിസ്റ്റർ ചെയ്യാം. അത് ഗവൺമെന്റ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എന്നെ ക്ഷണിച്ചതിനെ നന്ദി രേഖപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. മലബാർ മേഖലയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ 23 വർഷങ്ങൾക്ക് മുമ്പ് മധ്യ കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചതും അൻവർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉൾപ്പെടെ എല്ലാവരുടെയും അറിവുണ്ട്. ഒരു 5 അത് ഏത് രൂപത്തിലാകാം, എവിടെ വെച്ചാകാം, എങ്ങനെയും ആകാം. ബുദ്ധിമുട്ടുള്ളതാകാം, ബുദ്ധിമുട്ടില്ലാത്തതാകാം, ദുരിതങ്ങളല്ലാത്തതുണ്ടാകാം. കുറേ നിമിഷം കൊണ്ട് മരണമടഞ്ഞവരുണ്ടാകാം, വർഷങ്ങൾ കടന്നുകൊണ്ട് മരിക്കുന്നവരുണ്ടാകാം. എന്തായാലും ആ ജീവിത പ്രക്രിയയുടെ അവസാന കാലഘട്ടത്തിൽ അവരോടൊപ്പം നീങ്ങുകയാണ്. അവരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സുഹൃത്തിനോട് പങ്കാളിയാക്കിക്കൊണ്ട് അവരോടൊത്തുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് പരിചരണത്തിലൂടെ അത് ചികിത്സയിലൂടെ പരിചരണത്തിലൂടെ അവരാണ് ചികിത്സിക്കാനുള്ളതാണ് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. എന്നോടൊപ്പം സ്ഥാപനങ്ങളും ഈ മാനേജ്മെൻറ്റ് അംഗങ്ങളും എല്ലാവരും ഉണ്ട്. ഇന്ന് ഈ അവസരത്തിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇന്നത്തെ 1 മണിക്കൂർ മുമ്പ് അവിടെ രോഗിയും ലോകത്തോട് വിട പറഞ്ഞു. അവിടെ ചെറുപ്പക്കാരിലേക്കാണ്. പക്ഷെ അവർ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് പറഞ്ഞു, എനിക്ക് ജീവിക്കണം, എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള വ്യാജമാണ്. ഈ 23 കൊല്ലത്തിനിടയിൽ 2ാമത്തെ ഒരു വ്യക്തിയാണ് ഇങ്ങനെ പറയുന്നത്. ഇതോടൊപ്പം ഒക്യുപേഷണൽ തെറാപ്പി വിഭാഗത്തിന്റെ ഉദ്ഘാടനം അൻവർ സാദത്ത് MLA-യും ബിഹേവിയറൽ തെറാപ്പി വിഭാഗം കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മൂട്ടത്തിലും സ്പീച്ച് തെറാപ്പി വിഭാഗം മുപ്പത്തടം കോർപ്പറേറ്റ് ബാങ്ക് പ്രസിഡന്റ് VM ശശിയും
കുട്ടികളുടെ ഫിസിയോതെറാപ്പി വിഭാഗം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരള സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണനും, സെൻസറി റൂം പത്മശ്രീ ടോണി ഫെർണാണ്ടസും, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഭാഗം IMA മധ്യ കേരള പ്രസിഡന്റ് ഡോക്ടർ ശോഭനയും, സെൻസറി പ്ലേ ഏരിയ തണൽ പാലിയേറ്റീവ് ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളവും, മുതിർന്നവർക്കായുള്ള ഫിസിയോതെറാപ്പി വിഭാഗം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസും ഉദ്ഘാടനം ചെയ്തു. ദീർഘനാളത്തെ സുദീർഘമായ സാമൂഹ്യ പ്രവർത്തനത്തിന് ചെന്നൈ കൺസോർഷ്യം ഓഫ് ഡീറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹോണസ്റ്റി ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ ജോബി തോമസിന് ലൗഡെയിലിൻ്റെ ഉപഹാരം മന്ത്രി P. രാജീവ് സമ്മാനിച്ചു. ലൗഡെയിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ചെക്ക് മന്ത്രി P. രാജീവിന് കൈമാറി. ചടങ്ങ് ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി, ആമിനുമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം നർഗീസ് നാസർ, പ്രൊജക്ട് ഡയറക്ടർ EA അബൂബക്കർ, ഫൈനാൻസ് ഡയറക്ടർ A. ഷബീർ എന്നിവർ സംസാരിച്ചു. പൗരൻ ന്യൂസ് ബ്യൂറോ, ആലുവ.